നിർമ്മാണം തുടങ്ങി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അമേരിക്കയടക്കം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിസ്കി. ക്വാളിറ്റിക്കുള്ള 4ഓളം സിൽവർ മെഡൽ വിന്നറായ, ഇന്ത്യയിൽ അത്ര അറിയപ്പെടാതെ പോയ ഒരു ഇന്ത്യൻ വിസ്കി. പാർട്ടികളിലും ആഘോഷങ്ങളിലും യുവാക്കൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിസ്കി. മറ്റ് വിസ്കികളിൽ നിന്ന് വ്യത്യസ്തമായി ആൽക്കഹോൾ പെർസെൻറ്റേജ് അല്പം കൂടുതലുള്ള ഒരു വിസ്കി. ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽപ്പെട്ട സ്മൂത്തും ലൈറ്റും ടേസ്റ്റിയുമായിട്ടുള്ള റോയൽ സർക്കിൾ പ്രീമിയർ വിസ്കിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമേ പറയട്ടെ, അമിതമായ മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ വിസ്കി നിർമ്മാണ മേഖലയിൽ ക്വാളിറ്റിക്ക് പ്രാധാന്യം നൽകി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രെയിൻ മാർട്ട് വിസ്കികളെ ഒരു ബ്ലെൻഡറുടെ സാന്നിധ്യത്തിൽ ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്ത് വർഷങ്ങളോളം ഓക്ക് ബാരലിൽ സൂക്ഷിച്ച് സ്മൂത്തും ലൈറ്റും ഒരു പ്രത്യേക ടേസ്റ്റ് ലഭിക്കുന്നതിനായി പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തും നിർമ്മിക്കുന്ന ഒരു വിസ്കിയാണ് റോയൽ സർക്കിൾ പ്രീമിയം വിസ്കി. ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരുമായി സന്തോഷിക്കുവാനും കൂടുതൽ സ്മെല്ലോ ഹാങ് ഓവറോ ഇല്ലാത്ത റോയൽ സർക്കിൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് യുവാക്കളാണ്. ഇനി ഇതിൻ്റെ ബോട്ടിൽ തുറന്ന് ഒന്ന് സ്മെൽ ചെയ്തു നോക്കിയാൽ കറുവപ്പട്ടയുടെയും ഗ്രാമ്പുവിൻ്റെയും വാനിലയുടെയും ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടാം. ഇനിയൊന്ന് ഗ്ലാസ്സിലേക്ക് പകർന്ന് ദീർഘമായൊന്ന് സ്മെൽ ചെയ്തു നോക്കിയാൽ ഇഞ്ചിയുടെയും തേനിൻ്റെയും ചെറുനാരങ്ങയുടെയും ഒരു സ്മെല്ല് നമുക്ക് ചെറിയ രീതിയിൽ അനുഭവപ്പെടാം. ഇനിയൊന്ന് നീറ്റായി ടേസ്റ്റ് ചെയ്തു നോക്കിയാൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും കറുവപ്പട്ടയുടെയും ടേസ്റ്റ് കൂടുതൽ അനുഭവപ്പെടുന്നതായി തോന്നാം. വളരെ സ്മൂത്തും ലൈറ്റും ആയതുകൊണ്ട് വെള്ളം ചേർക്കാതെയും വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള മദ്യപാനം ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഓൺ ദി റോക്സായോ തണുത്ത വെള്ളത്തിലോ കോലയും ചേർത്തോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ടേസ്റ്റ് ലഭിക്കുന്നത് കോല ചേർത്ത് കുടിക്കുമ്പോഴാണ്. എനിക്ക് ഈ ബോട്ടിലിൻ്റെ കൂടെ കോല മിക്സ് ചെയ്ത ഒരു സാമ്പിൾ ബോട്ടിൽ കൂടി ലഭിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അത്. നമുക്ക് ഈ സാമ്പിൾ ബോട്ടിൽ അല്പം ഗ്ലാസ്സിലേക്ക് പകർന്ന് ഒന്ന് കുടിച്ചു നോക്കാം. മറ്റ് വിസ്കികളെ പോലെ കുത്തലോ ഹാർഡായിട്ടുള്ളൊരു ടേസ്റ്റോ ഒന്നും തന്നെ ഇതിന് എനിക്ക് അനുഭവപ്പെടുന്നില്ല. കൂടുതലും കോലയുടെ ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബിയർ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഹരി ഒരു ബോട്ടിൽ കൊണ്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, ഒരു പ്രത്യേക ലഹരിയാണ് ഇതുകൊണ്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് റോയൽ സർക്കിൾ പ്രീമിയർ വിസ്കിയുടെ ചരിത്രത്തിലേക്ക് കടക്കാം. 1980 ബോംബെ ആസ്ഥാനമായി അശോക് ഖേമാനി ആരംഭിച്ചതാണ് ഖേമാനി ഗ്രൂപ്പ്.
ഇവർ വിസ്കികൾക്ക് പുറമെ ബ്രാൻഡി, റം, വോഡ്ക, ജിൻ എന്നിവ കൂടി നിർമ്മിക്കുന്നുണ്ട്. ഇന്ന് കമ്പനി വളർന്ന് വലിയ ഒരു ഗ്രൂപ്പായി മാറിയപ്പോൾ ഇതിനെ നയിക്കുന്നതിനായി അശോക് കേമാനിയുടെ മകനായ അമിത് കേമാനി കൂടി കമ്പനിയുടെ സാരഥികളിൽ പ്രധാനിയാണ്. ഇത് ഒരു ഇന്ത്യൻ വിസ്കിയാണെങ്കിലും ഒട്ടനവധി ബഹുമതികൾ നേടിയ ഒന്നാണ്. 2016 ഇന്റർനാഷണൽ വൈൻ ആൻഡ് സ്പിരിറ്റ് കോമ്പറ്റീഷനിൽ സിൽവർ മെഡൽ ജേതാവാണ് ഇത്. ഇതുകൂടാതെ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സ്പിരിറ്റ് ചാലഞ്ചിലും സിൽവർ മെഡൽ ജേതാവാണ് റോയൽ സർക്കിൾ വിസ്കി. 2018 വേൾഡ് സ്പിരിറ്റിൽ സിൽവർ മെഡൽ വിന്നറും 2017 ഹൈ റെക്കമെൻഡലി വിസ്കിക്കും ടേസ്റ്റി വിസ്കിക്കുമുള്ള സിൽവർ മെഡൽ വിന്നറുമാണ് റോയൽ സർക്കിൾ പ്രീമിയർ വിസ്കി. റോയൽ സർക്കിളിൻ്റെ മനോഹരമായ കറുത്ത ബോക്സിന് മുകളിൽ തന്നെ വിസ്കിക്ക് ലഭിച്ച 4 ബഹുമതികളെക്കുറിച്ചും അത് ലഭിച്ച വർഷവും അത് ലഭിച്ച രാജ്യവും വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിസ്കിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും ആൽക്കഹോൾ പെർസെൻറ്റേജും ബോട്ടിലിന് മുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മദ്യത്തിൻ്റെ ഗുണമേന്മ, രുചി, ഉപയോഗിക്കുന്ന ചേരുവകൾ എന്നിവയെ കർശന മാനദണ്ഡത്തോടെ പരിശോധിച്ചതിന് ശേഷമാണ് ഒരു ബ്ലെൻഡറുടെ സഹായത്തോടു കൂടിയാണ് വിന്നറെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടു തന്നെയും ഈ വിസ്കിയുടെ ഗുണമേന്മ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഒരു ഇന്ത്യൻ വിസ്കിയാണെങ്കിലും ഇന്ത്യയിൽ അത്ര അറിയപ്പെടുന്നതല്ല. ഇനി ഇതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ് എടുത്താൽ 42.8% ആണ്. ഇത് മറ്റ് പ്രീമിയർ വിസ്കികളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇത് സ്മൂത്തും ടേസ്റ്റിയും ലഹരി സാവധാനത്തിൽ പിടിക്കുന്നത് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കുടിക്കാൻ തോന്നാം. അതുകൊണ്ട് തന്നെയും കൂടുതൽ കുടിക്കാതിരിക്കുക, മദ്യപിക്കുന്നതിന് മുമ്പ് കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മദ്യപാനം ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം.